നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളുടെ അഡീനിയം ചെടികളുടെ ഭംഗി നോക്കൂ. പൂക്കളുടെ ഇത് നമ്മളുടെ നല്ലൊരു യെല്ലോ ആയിട്ട് വിരിഞ്ഞതാണ്. അത് ലൈറ്റ് ക്രീം, പക്ഷേ അതിൻ്റെ ഔട്ടർ ഇപ്പോഴും യെല്ലോ ആയിട്ട് വരുന്നുണ്ട്. ഡാർക്ക് ക്രീം യെല്ലോയിലേക്ക് വരുന്നുണ്ട്. ഉള്ളിലിങ്ങനെ ഫുൾ ക്രീമായിട്ട് വരുന്നുണ്ട്. അത് ചൂട് കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഒട്ടുമിക്ക സാധനവും കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ്. ഞാൻ കുറേ മുന്നേ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കല്യാണത്തിന് മഞ്ഞ കളർ പൂക്കൾ ഉള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണത്തിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ചെടികൾ തികയാതെ വന്നപ്പോൾ ഞാൻ പുറത്തൊരു സ്ഥലത്തുനിന്ന് നഴ്സറിയിൽ നിന്ന് ഏൽപ്പിച്ച് കൊടുത്തു. അതിൻ്റെ പുറത്തൊക്കെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞ കളർ പൂവിൻ്റെ. പക്ഷേ വിരിഞ്ഞൊന്ന് മഞ്ഞ കളറും വിരിഞ്ഞ് 2 ദിവസമായപ്പോഴേക്കും ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. റോസ് ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ്, വൈറ്റ് ഇതിലേക്ക് കളറൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുക. എന്നാലും വിരിഞ്ഞ അന്നൊക്കെ എല്ലാം മഞ്ഞ കളർ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കളർ ചേഞ്ചിങ് വെറൈറ്റീസ് ധാരാളം ഇത് ഓൺലൈനിൽ അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് കളർ ചേഞ്ചിങ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് വില കൂടുതലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളടുത്തുള്ളപ്പോൾ എല്ലാ ചെടിയും 3, 4, 5 കളർ വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. കൊല്ലത്തൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അവരുടെ ക്ലാസ് എടുക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നത് ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ഹാപ്പിനെസ് ഗാർഡനിൽ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഈ ക്ലാസ്സിന് ക്ഷണിച്ച ആൾക്ക്, അഗ്രികൾച്ചർ ക്ലാസ്സാണ്, ക്ലാസ്സിന് ക്ഷണിച്ച ആൾക്ക് പറഞ്ഞു വെച്ചാൽ ഗാർഡന് പോയിരുന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആണെങ്കിൽ അത് തന്നെയാണ് ഹാപ്പിനെസ് ഗാർഡൻ. അതായത് നമുക്കൊരു തോട്ടത്തിൽ പോകുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നിറയെ പാറി കളിക്കുന്ന ശലഭങ്ങളെ കാണുമ്പോൾ ഒക്കെ നമുക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞത് തന്നെ പല ഹോസ്പിറ്റലുകളിലും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ എന്തെങ്കിലും തരം ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആ ടെൻഷൻ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഗാർഡനിങ് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൽ മുഴുവനും ഈ ഗാർഡനിങ് ചിന്തകൾ ആക്കുകയാണ്. അത് ചെയ്ത് കാരണം അത് 2 കാര്യമാണ്. എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ചെടി കുഴിച്ചിട്ടു, ആ ചെടി കുഴിച്ചിട്ട് നന്നായി പൂവും കായും ഒക്കെ വരികയാണ്. പൂക്കളുടെ ആണെങ്കിൽ അല്ലെങ്കിൽ കായുള്ളതാണെങ്കിൽ അത് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സന്തോഷം. അപ്പോൾ ഒരു കാര്യം കൂടി അവിടെ നടക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ചെടി തന്ന ആളെ വിളിക്കും. ചെടി തന്ന ആളെ വിളിച്ചിട്ട് പറയും ഇതാ ധാരാളം പൂവുണ്ടായി, കായ ഉണ്ടായി എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ പോലും ഗാർഡനിങ് കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ആനന്ദം എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എല്ലാ രാജ്യങ്ങളിലും അതൊരു ട്രീറ്റ്മെൻ്റ് ആയി തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ പല സാധാരണ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനുള്ള സമയത്ത് നമുക്ക് ഏതെങ്കിലും ചെടി നനയ്ക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്, ഇതുണ്ട്. വൈകുന്നേരം വന്നാൽ ചെടി നനയ്ക്കണം. അപ്പോൾ നമ്മളൊരു ടെൻഷനൊക്കെ ആയി നിൽക്കുന്ന നേരമാണ് നമ്മൾ ആ പൈപ്പൊക്കെ എടുത്ത് ചെടിയുടെ കടക്കിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ ആ ചെടീൻ്റെ മേലെ ഒരു മൊട്ട് വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ചെടി കുറച്ച് നന്നായി തളിർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്തായാലും മനസ്സിലൊരു സന്തോഷം തോന്നും. പിന്നെ ഞാൻ ഈ ഹാപ്പിനെസ് ഗാർഡൻ്റെ കൺസെപ്റ്റ് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നിർബന്ധമായും ഗാർഡനിങ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിർബന്ധമായും ഗാർഡനിങ്ങിൽ നിങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ, ഫോണ്, ലാപ്ടോപ്പ്, അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ട്. രണ്ടാമത്തത് കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വിഷമങ്ങൾ. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു ചെടി, ഞാൻ എപ്പോഴും പറയുന്ന കേട്ടോ, സ്ഥലമില്ല, വെള്ളമില്ല, മണ്ണില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ചട്ടിയിൽ ഒരു ചെടി ആർക്കും വളർത്താൻ പറ്റും. ജനൽമ കെട്ടിവെച്ചാലും മതി, മണി പ്ലാന്റ് പോലെ എന്തെങ്കിലും ഒരു ചെടി വളർത്തുകയാണെങ്കിൽ നമുക്കത് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ആ ഒരു ചെടിയെ പരിപാലിക്കുക. ഒരു അരമണിക്കൂർ നേരം ആ ചെടിക്ക് വെള്ളം ഒഴിക്കാനും അതിലെ കേടുള്ള ഇലകൾ പൊട്ടിച്ച് കളയാനും ഒരു ശ്രമം നടത്തിയാൽ നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല, നല്ലൊരു ആശ്വാസം, നല്ലൊരു സന്തോഷം തോന്നും. ഇത് സീനിയർ സിറ്റിസൺ ആളുകൾക്കും വളരെ ഉപകാരപ്രദമാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീനിയർ സിറ്റിസൺ ആളുകളൊക്കെ ഈ ഗാർഡനിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ അരമണിക്കൂറൊന്നുമല്ല, 2-3 മണിക്കൂർ രാവിലെയും വൈകുന്നേരം 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും വരെ ഈ ഗാർഡനിങ് പ്രവർത്തനത്തിലേക്ക് അതിലേറെ സമയം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, അധിക കാർഷിക ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ആയാലും വാട്സാപ്പ് ആയാലും മറ്റു ഓൺലൈൻ ഗ്രൂപ്പുകളിലായാലും ഒരു 90% ആളുകൾ ഇങ്ങനത്തെ സീനിയർ സിറ്റിസൺസാണ്.
അപ്പോൾ അവർക്ക് വിത്ത് കിട്ടുക, വിത്ത് വേറൊരാൾക്ക് കൊടുക്കുക, അത് മുളച്ചില്ലെങ്കിൽ അത് അടുത്ത വിത്ത് വേറൊരാളുടെ അടുത്ത് വാങ്ങുക, നന്നായി മുളപ്പിക്കുക, ഇങ്ങനെ കൈമാറ്റം ചെയ്ത് അവരൊരു സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ഇത് തന്നെയാണ് ഹാപ്പിനെസ് ഗാർഡൻ എന്ന കൺസെപ്റ്റ്. ഒന്നുമില്ല, ചെടികൾ വളർത്താൻ നിങ്ങളോട് പറയുന്നു, ആ ചെടികൾ വളർത്തുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറുക, അതിൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് വളർത്തി കഴിഞ്ഞാൽ അത് മറ്റൊരാളെയും കൂടി ആ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരെയും പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയാണ് ഇങ്ങനെ കൈമാറി ഒരു ഗ്രൂപ്പായി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാപ്പിനെസ് ഗാർഡൻ കൺസെപ്റ്റിൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അഡീനിയം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വെള്ളം അധികം വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെടി കുഴിച്ചിട്ടു, ഒരാഴ്ച വീട്ടിലില്ല, ചെടിക്കൊന്നും സംഭവിക്കില്ല. ചെടി വേഗത്തിൽ പൂവിടുക ചെയ്യുക നനച്ചില്ലെങ്കിൽ. ഇങ്ങനെ നമുക്ക് പരിപാലിക്കാൻ പറ്റിയ, മെയിൻ്റനൻസ് കുറഞ്ഞ് പരിപാലിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് അഡീനിയം. പക്ഷേ അവിടെ ഒരു കുഴപ്പമുള്ളത്, നല്ല മഴ വന്നാൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഷെഡ്, UV ഷീറ്റിൻ്റെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും വെക്കണം. ഇതിൽ ആളുകൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ്, നമ്മൾ മഴ കൊണ്ട ചെടീനെ ഷെയ്ഡിലേക്ക് നീക്കി വയ്ക്കും. ആ സമയത്ത് അവിടെ ഫംഗസ് വരും. അപ്പോൾ അത് വേറൊരു വശം. അപ്പോൾ ഈ ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, നടക്കാനോ വർക്ക് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റിയ ചെടികളാണ് ആന്തൂറിയം, ഓർക്കിഡ്, അഡീനിയം പോലത്തെ സാധനങ്ങൾ. കാരണം അത്ര മെയിൻ്റനൻസ് വേണ്ട. പിന്നെ ഓർക്കിഡിന് മെയിൻ്റനൻസ് ഉണ്ട്, അസുഖങ്ങളും ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉണ്ട്, അത് വേറെ. എന്നാലും ഇപ്പോൾ അഡീനിയത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൂവിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയിലേറെ സമയം വരെ ഇത് പൂവ് നിൽക്കും, നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ ഈ ഹാപ്പിനെസ് ഗാർഡൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതിലൂടെ നമുക്ക് എന്താ നേട്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിറ്റിൻ്റെ രൂപപ്പെടുത്തിയെടുത്ത് ഉള്ള അസുഖങ്ങളെ കുറയ്ക്കുക, മരുന്നിൻ്റെ അളവും കുറയ്ക്കാൻ സാധിക്കും. ഇത് എല്ലാ സ്ഥലത്തും ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി ആയിക്കോട്ടെ, ചെടി ആയിക്കോട്ടെ, ഇനി ഇതൊന്നും ഇല്ലായെങ്കിൽ പറമ്പിൽ 4 തെങ്ങോ കവുങ്ങോ ഉള്ള ആളുകളാണെങ്കിൽ അത് നനയ്ക്കാൻ, അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് അത് നനയ്ക്കാനും അതിന് വളമിടാനും കൃത്യസമയത്ത് ചെയ്യാനും ഒരു 10 മിനിറ്റെങ്കിലും ചിലവാക്കുകയാണെങ്കിൽ അതും നമുക്കൊരു എക്സസൈസ് കൂടിയാണ്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മളുടെ ഹാപ്പിനെസ് ഗാർഡൻ്റെ കൺസെപ്റ്റിൽ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നമുക്ക് ഇവയെ പരിപാലിച്ച് കൊണ്ട് നടക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നനയ്ക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത്തരം ചെടികളും, എന്നാൽ ഫിസിക്കലി ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് മറ്റു ചെടികളും, ഇങ്ങനത്തൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിലെ ഏറ്റവും വലിയ ഒരു ഘടകം, ഇപ്പോഴത്തെ ഈ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞത്, എല്ലാ ചെടികളും എടുത്തിട്ട് അകത്തേക്ക് വെക്കുക, ഇൻഡോർ ആക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ചില ചെടികൾ അലർജി കൂട്ടുന്ന ചെടികളാണ്. അപ്പോൾ അത്തരം ചെടികളെ കണ്ടെത്തി, അപ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ ഒരു ഗാർഡൻ ചെയ്യണം, വീട്ടിലും ചെയ്യണം പുറത്തും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആ ആളുകളുടെ മെഡിക്കൽ ഡീറ്റെയിൽ, അതായത് അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് അനുയോജ്യമായ ചെടികൾ വെച്ച് കൊടുക്കണം. അതാണ് ഒരു ഹാപ്പിനെസ് ഗാർഡൻ ട്രെയിനറുടെ കഴിവ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ പച്ചക്കറിത്തോട്ടമോ പൂച്ചെടികളുടെ പരിപാലനമോ ഒക്കെ ചെയ്യണമെങ്കിൽ, ട്രെയിനിങ്ങോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഈ ഹാപ്പിനെസ് ഗാർഡൻ കൺസെപ്റ്റിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. ഓക്കെ, താങ്ക് യു.